നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് UAE ഏർപ്പെടുത്തിയിരിക്കുന്ന 10 ദിവസത്തെ താൽക്കാലിക വിലക്ക് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തിരിച്ചെത്താൻ കഴിയുന്ന രീതിയിൽ വിമാനങ്ങളുടെ സമയക്രമം പുനഃക്രമീകരിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം, കോഴിക്കോട്, അബുദാബി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നേരത്തെ ആക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാനം ഇന്ന് വൈകിട്ട് 6-ന് പുറപ്പെടും. കോഴിക്കോട് അബുദാബി വിമാനം വൈകിട്ട് 7:45-നും പുറപ്പെടുന്നതാണ്. UAE യാത്രാവിലക്ക് തുടങ്ങുന്നതിന് മുമ്പ് അടിയന്തരമായി എത്തിച്ചേരേണ്ടവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് കോഴിക്കോട് റാസൽ കൈമ റൂട്ടിൽ അധിക വിമാന സർവീസും നടത്തുന്നതായിരിക്കും. രാത്രി 8:15-നാണ് ഈ വിമാനം കോഴിക്കോട് നിന്ന് പുറപ്പെടുക. ടിക്കറ്റുകൾ എയർ ഇന്ത്യ ബുക്കിംഗ് ഓഫീസുകളിൽ നിന്നോ വിമാനത്താവളത്തിൽ നിന്നോ വാങ്ങുവാൻ സാധിക്കും. ഏപ്രിൽ 24-ന് അർദ്ധരാത്രി 11:59 മുതലാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് UAE ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് പ്രാബല്യത്തിൽ വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉണ്ടായത്. 10 ദിവസത്തേക്കാണ് വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും ഇന്ത്യയിലെ കോവിഡ് സാഹചര്യം പരിഗണിച്ച് വിലക്ക് നീട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള ധാരണ. അതേസമയം UAE-യിലേക്ക് യാത്രാവിലക്ക് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ വിമാന കമ്പനികൾ കൃത്യമായി ഇടപെടുകയുണ്ടായി. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് 2 ദിവസം മുമ്പ് വരെ 400 ദിർഹമായിരുന്നു നിരക്ക് എന്നത്. എന്നാൽ വിലക്ക് പ്രഖ്യാപിച്ച വാർത്ത വന്നതും കുതിച്ചുയർന്ന നിരക്ക് 4000 ദിർഹം വരെ എത്തി നിൽക്കുകയാണ്. ചാർട്ടേഡ് വിമാനങ്ങൾ പ്രഖ്യാപിച്ചതോടെയാണ് നിരക്ക് ഇടിഞ്ഞു തുടങ്ങിയത്. എങ്കിലും 1500 തുടങ്ങി 2000 ദിർഹമായിരുന്നു മിനിമം നിരക്ക്. ഉടൻ തിരിച്ചെത്തണമെന്ന് നിർബന്ധമുള്ളവർ കൂടുതൽ തുക നൽകി ടിക്കറ്റ് എടുക്കുകയായിരുന്നു. ഇതിനിടയിൽ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് തകരാറിലായതും തിരിച്ചടിയായി മാറി. ഇതിനിടയിൽ ബിസിനസ് ക്ലാസ് നിരക്ക് 5000 ദിർഹവും കടന്നു കഴിഞ്ഞു. ശനിയാഴ്ച രാത്രി 12-ന് മുമ്പ് UAE-യിലെത്തുന്ന വിമാനങ്ങൾക്ക് മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ. എങ്കിലും വെള്ളി, ശനി ദിവസങ്ങളിലായി ഇന്ത്യയിൽ നിന്ന് 10,000-ഓളം പേർ UAE-യിൽ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. സാധാരണ വാരാന്ത്യങ്ങളിൽ 100 കണക്കിന് വിമാനങ്ങൾ UAE-യിലേക്ക് സർവീസ് നടത്തി വരാറുണ്ട്. 24-ന് ശേഷം UAE-യിൽ എത്താൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ളവർ ടിക്കറ്റ് റീഫണ്ടിന് പകരം മറ്റൊരു ദിവസം യാത്രാ സൗകര്യം ഒരുക്കാമെന്ന വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.